Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. Wa nashhadu anna Muhammadan 'abduhu wa rasuluhu arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ നമ്മൾക്ക് അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി, സമ്മാനമായി നൽകിയതാണ് സ്വർഗമെന്നുള്ളത്. നമ്മൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച വാഗ്ദാനമാണ് സത്യത്തിൽ സ്വർഗം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 72-ാമത്തെ ആയത്തിൽ വഅദല്ലാഹു അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. സത്യവിശ്വാസികളായ പുരുഷനും സ്ത്രീക്കുമൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കരാറാണ്, പടച്ചവന്റെ വാഗ്ദാനമാണ്. മനോഹരമായ സ്വർഗലോകം അവർക്ക് അള്ളാഹു സമ്മാനമായി നൽകുമെന്നത്. സഹോദരങ്ങളെ, ആ സ്വർഗലോകത്ത് നിന്ന് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പലരും നരകത്തിലേക്ക് എത്തിപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അള്ളാഹു നമ്മൾക്ക് ഒരുക്കി വെച്ചത് സ്വർഗമാണ്. അതിൽ നിന്ന് നരകത്തിലേക്ക് ഒരാൾ എത്തിപ്പെടണമെങ്കിൽ അയാളിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് പരിശുദ്ധ ഖുർആൻ പറയുന്ന മറുപടി, അയാളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ധാരാളമായി സംഭവിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു അവർക്ക് കരാർ ചെയ്ത സ്വർഗം അയാൾക്ക് നഷ്ടമാകുന്നത് എന്നാണ്. ഒന്നുകൂടി പറയുന്നു, അള്ളാഹു നമ്മൾക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനമായ സ്വർഗം നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. പക്ഷെ അതിൽ നിന്ന് ഒരാൾ നരകത്തിലേക്ക് എത്തിപ്പെടുക പടച്ചോൻ നിഷിദ്ധമാക്കിയതും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അധികമായി വരുമ്പോഴാണ്. അള്ളാഹുവിന്റെ വാക്ക് ബല, മൻ കസബ സയ്യിഅത്തൻ. ബല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ്, നമ്മൾ വിചാരിക്കണ പോലെയല്ല കാര്യങ്ങൾ. മൻ കസബ സയ്യിഅത്തൻ, ഒരാൾ ജീവിതത്തിൽ ഒരുപാട് പടച്ചോൻ ഇഷ്ടമില്ലാത്ത തെറ്റുകൾ അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. വ അഹാത്തതു ബിഹി ഖതീഅത്തുഹു, അയാൾ തെറ്റുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടവനായി ജീവിക്കാൻ തുടങ്ങി. ഫഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ നരകത്തിൽ നിത്യവാസികളായിട്ടുള്ള ആളുകൾ. ആരാണ് സഹോദരങ്ങളെ? അള്ളാഹു നമ്മൾക്ക് നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്ത് തിന്മയുടെ ബാണ്ഡം അധികമായി നാളെ പരലോകത്ത് കുറ്റവാളികളായി നിൽക്കുന്നവർ. അതുകൊണ്ടാണ് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനിയന്ത്രിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ ഏതൊക്കെ വഴിയിലാണ് കടന്നു വരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ രാവിലെ ഒരാൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ്? രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ്.
ഒരാൾ ജിമ്മിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലിന് വേണ്ടിയാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ച് സംഭവിക്കുന്നതാണ് സ്വർഗം നഷ്ടപ്പെടുന്നതിന് കാരണം എങ്കിൽ, നരകത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമെങ്കിൽ, ആ തെറ്റുകൾ വരുന്ന വഴികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും അതിൽ നിന്ന് നമ്മൾ മോചിതമാവുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും 4 വഴിയിലൂടെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത്. ഒന്നാമത്തേത് അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ലായ്മ കൊണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും ചെയ്തൊരു ദുആയുണ്ട്. ആ ദുആയിൽ ഇങ്ങനെയുണ്ട്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് നീ ഞങ്ങൾക്ക് നൽകണമേ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? നമ്മൾക്ക് ദീനിനെ കുറിച്ച് അറിവുണ്ടെങ്കിലേ തെറ്റ് സംഭവിക്കാതിരിക്കുകയുള്ളൂ. നമ്മൾക്ക് അറിവില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കും. അപ്പൊ നമുക്കൊക്കെ പരിചയമല്ലേ, നമ്മുടെ എത്രയോ നാടുകളിൽ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ എത്രയോ മുതിർന്നവരും ചെറുപ്പക്കാരുമായ ദീനിയായ ആൾക്കാർ 5 വക്തിന് അവർ പള്ളിയിലുണ്ടാവും. ജുമാക്കൊക്കെ നേരത്തെ 11:30 വരും, സൂറത്ത് ഗഹ്ഫ് ഓതും. രാത്രി കുറച്ച് നേരത്തെ അവർ എഴുന്നേൽക്കും, രാത്രി നിസ്കാരം നിർവഹിക്കും. ഒരു പേജോ അല്ലെങ്കിൽ 2 പേജൊക്കെ അവർ ഖുർആൻ ഓതും. എല്ലാ ദീനിയായ കാര്യത്തിലും അവരുണ്ടാകും. എന്നാൽ അതേ ആൾക്കാർ സഹോദരങ്ങളെ ശിർക്കിന്റെ പ്രാർത്ഥനാവേളയിൽ അവർ കയ്യുയർത്തുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറുകൾ കെട്ടിപ്പൊന്തേച്ചിടത്തേക്ക് നാട്ടിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റ് ബസ്സിലും അവരും പ്രാർത്ഥനാ നിർഭരരായി അവരും പോകുന്നതായിട്ട് കാണാം. അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന സദസ്സുകളിൽ പ്രാർത്ഥനയോടുകൂടി അവർ ആമീൻ ചൊല്ലുന്നതായിട്ട് കാണാം. എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ്! എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിസ്കാരം, നോമ്പ്, ഇബാദത്തുകൾ ഇത് പഠിക്കുന്നതിനേക്കാൾ എത്രയോ ലോകത്ത് നിസ്സാരമാണ് പടച്ചോനല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന അടിസ്ഥാനമായ ദീൻ. വളരെ ലളിതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ അള്ളാഹിനോട് മാത്രമേ തേടുള്ളൂ, ഒരാളിലും ഞാൻ ശിർക്ക് വെക്കുകയില്ല എന്ന ഒരൊറ്റ ആയത്ത് മതി. പടച്ചോനോട് മാത്രമേ ദുആ പാടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ. ലൈസ ലഹും മിൻ ദൂനിഹി വലിയുൻ വലാ ഷഫീഅ. പടച്ചോനല്ലാത്ത ഒരാളെയും നിങ്ങൾ വലിയോ ഷഫീയോ ആക്കരുത്, നിങ്ങൾക്കില്ല എന്ന ഖുർആനിന്റെ ആയത്ത് ഒരു വട്ടം കേട്ടാ മതി ജീവിതത്തിൽ ശിർക്ക് ചെയ്യാതെക്കാൻ. പക്ഷെ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ആരാധനകൾ ചെയ്യുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അവർ ലോകത്തെ ഏറ്റവും വലിയ കൊടിയ പാപം ചെയ്ത് ജീവിക്കാനുള്ള കാരണം എന്താ അറിയോ? അറിയൂല. അത് നാട്ടിൽ വിവരമില്ലാത്തോണ്ടല്ല, കേൾക്കാനോ പഠിക്കാനോ ആ മേഖലയിൽ അവർ വരുന്നിട്ടില്ല. അതിന്റെ തിക്തഫലമോ ജീവിതത്തിൽ എത്ര ആരാധന ചെയ്താലും ലയഹ്ബത്തന്ന അമലുക എന്ന് പറയുന്നത് പോലെ ഒരൊറ്റ സൽക്കർമ്മങ്ങളും സ്വീകരിക്കാതെ നരകത്തിൽ നിത്യവാസിയാകുന്ന ഒരാളായി മാറും. എങ്ങനെ ആളായി മാറാൻ കാരണം എന്താ അറിയോ? അറിവില്ല. ശിർക്കിനെ പറ്റി, തൗഹീദിനെ പറ്റി അറിവില്ലെങ്കിൽ അറിവില്ലാതെ നടക്കാൻ കഴിയില്ല. അറിവില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഗുരുതരമായ തെറ്റ് സംഭവിക്കും. ആ തെറ്റ് വർദ്ധിക്കും, അത് നരകത്തിലേക്ക് എത്തിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ, സഹോദരിമാരും സഹോദരങ്ങളും. പക്ഷെ ഒരു കല്യാണം, സൽക്കാരം, ടൂറിനൊന്നും നിസ്കരിക്കൂല. എന്തേ? അപ്പൊ അവര് പറയുന്നത് നിഷ്കളങ്കമായിട്ട് പറയാം, ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഖലാ വീട്ടാണ്, ഒന്നിച്ച് നിസ്കരിക്കാൻ. നമ്മൾ മിമ്പർമെന്ന് പറഞ്ഞതാണ്, അവരൊന്നിച്ച് നിസ്കരിക്കാൻ. ഇസ്ലാമിൽ ഖലാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടാകുക, അറിയാതെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുക, അറിയാതെ അയാൾ ഉറങ്ങിപ്പോകുക. അങ്ങനെ സംഭവിച്ചാൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത്, എപ്പോഴാണോ അയാൾ ഉറക്കമുണരുന്നത്, എപ്പോഴാണോ ബോധത്തിൽ നിന്ന് ഉയരുന്നത്, ആ സമയത്ത് മറ്റൊന്നും പരിഗണിക്കാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ വീണ്ടും നിസ്കരിക്കുന്നതിനാണ് ഇസ്ലാമിൽ ഖലാ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എത്രയോ സഹോദരിമാർ നിഷ്കളങ്കരാണ്. അവർ ജീവിതത്തിൽ ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരല്ല. പക്ഷെ ഒരു കല്യാണത്തിനും സൽക്കാരത്തിനും ഇങ്ങനെ നിസ്കാരം ഒഴിവാക്കും. ഖുർആന്റെ ആയത്തില്ലേ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പിന്നീട് ഒരു തലമുറ വരും. നമ്മളെ പറ്റി പറയാൻ അവർ നിസ്കാരം നഷ്ടപ്പെടുത്തും. വത്തബഉ ശഹവാത്ത്, കല്യാണ സൽക്കാരം, തന്നിഷ്ടങ്ങൾ, ടൂർ, ഇതിന്റെ പേരിൽ അവർ നിസ്കാരം നഷ്ടപ്പെടുത്തും. ഫസൗഫ യൽഖൂന ഗയ്യ, അവർ അങ്ങേറ്റം മോശപ്പെട്ട അവസ്ഥയ്ക്ക് എത്തും. പടച്ചോന്റെ ആയത്താണ്. ഇതുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ, നമ്മുടെ കൂട്ടുകാരിലും ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടറിയോ? അവരിതിനെപ്പറ്റി കേട്ടിട്ടില്ല, അറിവില്ല. അറിവില്ല എന്നുള്ളത് കൊണ്ട് എന്താ സംഭവിക്കണറിയോ? പരലോകത്ത് കാഫിറായി നിൽക്കേണ്ടി വരും. മനസ്സിൽ നിസ്കരിക്കണവനാണ്, പരലോകത്ത് കാഫിറാണ്.
കാരണം അറിവ് നഷ്ടപ്പെട്ടാൽ, പഠിക്കാൻ നമ്മൾ തയ്യാറാകാതെന്നാൽ, ദീന് നമ്മൾ കേൾക്കാൻ തയ്യാറാകാതിരുന്നാൽ, ചിന്തിക്കാൻ തയ്യാറാകാതിരുന്നാൽ നമ്മളെ തെറ്റുകളുടെ കൂമ്പാരം ജീവിതത്തിൽ സംഭവിക്കും. വിശദമായി പിന്നീട് പറയാൻ എന്തറിയോ, പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട തൗഹീദിന്റെ ആൾക്കാരെ മനസ്സിലുള്ള ഒരു സാധനമുണ്ട് ശൈത്താൻ ഉണ്ടാക്കി. അതിന് മാത്രം ദീനിൽ പഠിക്കാനില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മാത്രം പഠിക്കാനുണ്ടോ ദീനിലെ? ശൈത്താൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കാര്യം എന്തറിയോ, എന്താ അതിന് മാത്രമല്ലൊക്കെ പഠിക്കാനുള്ളത്? ഈ നാട്ടിൽ നമുക്ക് തൗഹീദ് പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ശിർക്ക് ചെയ്യാത്തത്. നമുക്ക് ജമ്മും കസറും പഠിച്ചതുകൊണ്ടാണ് നമുക്ക് തെറ്റ് വരാത്തത്. കല എന്താന്നാ പഠിച്ചതുകൊണ്ടാണ്, അറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് തെറ്റ് വരാത്തത്. നമ്മളെ പോലെ മിമ്പർമെന്ന് കേൾക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടും അവരുടെ വീട്ടിലേക്ക് ദീനെത്താത്തത് കൊണ്ടും അവർ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തെറ്റ് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ ചോദ്യം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തതും സമാകുമോ? ആദ്യം വേണ്ട അറിയോ, ദീനിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റുകൾ ധാരാളം ജീവിതത്തിൽ വരും. അത് പരലോകത്തിനെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. എത്രയോ നമുക്കറിയാം. ഇപ്പൊ ഖുത്ബ കഴിഞ്ഞിട്ട് ഒരു തവണ സാമ്പത്തികമായ മര്യാദകളെ പറ്റി പറഞ്ഞെടുത്ത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ കൂടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. തുടർച്ചയായി എല്ലാ മാസവും കൃത്യമായ ലാഭം എന്നത് ഇസ്ലാമിൽ പലിശയാണ് എന്ന ഭാഗം പറഞ്ഞു. പിറ്റത്തെ വെള്ളിയാഴ്ചന് മുന്നിൽ എത്രയോ ആളുകൾ വന്നിട്ട് ഫോണുകളിൽ നേർക്ക് നേരെ വന്നിട്ട് പറഞ്ഞു, മൗലവി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പലതും നേർക്ക് നേരെ എല്ലാ മാസവും ഇത്ര റുപ്യ എന്നതായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് ഇസ്ലാമികമായി പലിശയുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ അത് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നു. അതുവരെ എന്തായിരുന്നു? അറിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഖുത്ബയോ ക്ലാസോ കേൾക്കാത്തവന്റെ ജീവിതത്തിലോ ഇന്നും അതുണ്ടാകും. പലിശയുടെ ഓഹരി പരലോകത്ത് വരും. സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ച കുറ്റവുമായി പരലോകത്ത് വരേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ അറിവില്ലാതിരുന്നാൽ തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് പഠിക്കാൻ, പ്രഭാഷണങ്ങൾ കേൾക്കാൻ, ഇസ്ലാമിക സദസ്സിൽ പങ്കെടുക്കാൻ ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ അവനവന്റെ അടുക്കളയിൽ നിന്ന് അവനവന്റെ വീഡിയോകളിൽ, യൂട്യൂബുകളിൽ ദീനിയായി ഇസ്ലാം പറഞ്ഞ പ്രഭാഷണങ്ങളും ഖുർആനും സുന്നത്തും അനുസരിച്ച ദീനും കേൾക്കാൻ സമയം കണ്ടെത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. തെറ്റുകൾ കുറക്കാൻ കഴിയും. ഇതാണ് ഒന്ന്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്ന മേഖലട്ടോ പരിഹരിച്ച് മുന്നോട്ട് പോകണം. രണ്ടാമത്തേത് ദീനിനോട് കാണിക്കുന്ന അലംഭാവവും നിസ്സാരതയുമാണ്. ഇസ്ലാം അറബിയിൽ ഖുർആന്റെ ഭാഷയിൽ ഗഫലത്ത് എന്ന് പറയും. ഗഫലത്ത് എന്താ സ്വങ്ങളെ നിസ്സാരത എന്ന് പറഞ്ഞറിയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബേസ് എന്താണ്? ബേസ് ഒറ്റൊന്നുള്ളൂ, ദീനാണ്. നമ്മളെ എഴുന്നേൽക്കൽ, നിങ്ങൾ ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കൽ. എന്താ ബേസ്? ഏസിക്ക് തണുപ്പൂടിയിട്ട് എഴുന്നേക്കല? അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ബേസ്? അല്ല. പിന്നെ സുബഹിക്ക് നിസ്കാരം, അതാണ് നമ്മുടെ ബേസ്. അതാണ്. നമ്മൾ വസ്ത്രം ധരിക്കൽ, നമ്മുടെ അടിസ്ഥാനം എന്താ? ഇസ്ലാം പറഞ്ഞ, അതിൽ ബാക്കി എന്തുണ്ടാവും, പക്ഷെ അടിസ്ഥാനം ഇസ്ലാമാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ ബേസ് എന്താ? ഇസ്ലാമാണ്. എന്നാൽ എന്താണ് ഗഫലത്തിൽ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അവന്റെ അജണ്ട ദീനല്ല. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മളൊക്കെ അടക്കം നമ്മുടെ നാട്ടിലുണ്ടാവും എത്രയോ ആൾക്കാരെ കുടുംബത്തിൽ കാണാം. ഒരു രാവിലെ എഴുന്നേക്കും. എഴുന്നേക്കുന്ന മാനദണ്ഡം എന്താ അറിയോ? ഒന്നുകിൽ ഉറക്കം കംപ്ലീറ്റ് ആയാ നീക്കും, അല്ലെങ്കിൽ രാവിലെ നടക്കാനോ ജിമ്മിനോ പോകുന്നുണ്ടെങ്കിൽ അവൻ അലാറം വെച്ച് നീക്കും, അല്ലെങ്കിലോ ജോലി സ്ഥലത്തേക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, അപ്പം നീക്കും. ഇത് മൂന്നും ദീനായിട്ട് ബന്ധമല്ല, ദീനിൽ ഉള്ളതാണ്, പക്ഷെ ദീനായിട്ട് ബന്ധപ്പെട്ടതല്ല. അവരുടെ എഴുന്നേക്കൽ ബാക്കിയൊക്കെ രാവിലെ എഴുന്നേക്കുന്നു, ജോലി പോകുന്നു, അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉഷാറായിരിക്കും. അതിന് ശമ്പളത്തെ പറ്റി അറിയാം, കിട്ടാനുള്ളതിനെ പറ്റി അറിയാം, അടുത്ത മാസം എന്ന സാമ്പത്തിക ക്രമീകരണത്തെ പറ്റി അറിയാം, രാഷ്ട്രീയത്തെ പറ്റി അറിയാം, എല്ലാം ഉണ്ടാവും. അതിനിടയ്ക്ക് ജമാഅത്ത് അതിനെ പറ്റി അവർ ചിന്തിക്കാനല്ല. എല്ലാവരും ആരിഫിന് പോകുന്നുണ്ടെങ്കിൽ ആരിഫിന് പോകും, എല്ലാവരും അറഫാ നോമ്പ് എടുക്കണമെങ്കിൽ കമ്പനിയിൽ എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെടുക്കും. അജണ്ട ദീനേ ഇല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്നു, വീട്ടിൽ TV കാണുന്നു, അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. മുസ്ലിമാണ്, പെരുന്നാക്ക് വരും, പള്ളിക്കൊക്കെ രണ്ടാം ഖുത്ബക്ക് വരും, ജുമാക്ക്, അങ്ങനെ ജീവിച്ചു പോണ ആൾക്കാര്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? അള്ളാഹുവിന്റെ ആയത്ത്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ അവധി പരലോകമാകാം അല്ലെങ്കിൽ സ്വന്തം മരണമാകാം എത്തി. പക്ഷെ വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, അവരിപ്പോഴും നാട്ടിലത്തെ എല്ലാ കാര്യത്തെ പറ്റി വിവരാണ്. ആരൊക്കെ അവിടെ ചതി, ആരൊക്കെ അവിടെ വഞ്ചന ഒക്കെ പറ്റി. ദീനായിട്ടൊരു ബന്ധോൽക്ക് ഉണ്ടാവില്ല. പള്ളി ക്ലാസ് കേൾക്കുക, ഒന്നുമില്ല, ഒരു സംഗതി ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുക. കുട്ടികളെ പഠിപ്പിക്കണം, എന്താക്കണം, ഡോക്ടറാക്കണം. മദ്രസ എവിടെയെങ്കിലും ആയാൽ മതി.
ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അതിന് കാഴ്ചപ്പാടുണ്ട്. ദീനിനെ പറ്റി അതെവിടെയെങ്കിലും മദ്രസയാക്കിയാൽ മതി. അവനവന്റെ ജീവിതത്തിൽ ദീനായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ ഓരോ ദിവസവും തിന്മകളുടെ കൂമ്പാരായിരിക്കും പരലോകത്തേക്ക് വരിക. തിന്മകളുടെ കൂമ്പാരം. സഹോദരിമാരിലുണ്ടല്ലോ ജോലിക്ക് പോണ എത്രയോ ആൾക്കാർ, എല്ലാവരല്ല പറഞ്ഞത്, വളരെ കുറച്ചാണെങ്കിലും രാവിലെ എഴുന്നേക്കുന്നു. എന്താ അജണ്ട അറിയോ? ഒരുങ്ങി മാറ്റി പോകുക. അജണ്ട എന്താ അറിയോ? ഇന്നലത്തെ അതേ കളർ ആകരുത് ഡ്രസ്സ്. ബാക്കിയൊന്നും അജണ്ട അല്ല. മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റപ്പായി ഇവിടുന്ന് ജോലിക്ക് പോകുക, അവിടുന്ന് ഇങ്ങനെ കമ്പനിക്കാരെ കൂട്ടുക, വൈകുന്നേരം അവിടെ നല്ല ചായക്കടി ഇട്ടെന്ന് പറയാ, അങ്ങോട്ട് പോകുക, അവിടുന്ന് 4 സെൽഫി എടുക്കുക, പെരീക്ക് വരിക, 4 റീല് കാണുക, കുട്ടികളെ പുറങ്ങ കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ജുമാ. എന്ത് ജുമാ? നേരം വേണ്ട മൗലവി. ജുമാ ഒന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് സുന്നത്ത് നോമ്പ്, അതൊന്നും നേരല്ല. ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഒരു ജീവിതത്തിൽ 5 മിനിറ്റ് നിന്നിട്ട് ഖുർആൻ ഓതാൻ പോലും നേരല്ല. എന്തേ കാരണം? അജണ്ടയിൽ ദീനില്ല. അജണ്ടയിൽ ദീനില്ലെങ്കിൽ ഓരോ ദിവസവും ഓതാത്തതിന്, ചൊല്ലാത്തതിന്, നിസ്കരിക്കാത്തതിന് പടച്ചോന്റെ മുന്നിൽ ഓരോ ദിവസവും എണ്ണി എണ്ണി പാപങ്ങളുടെ തെറ്റുകളുടെ ആധിക്യത്തിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഖുർആന്റെ ആയത്തിന്റെ അറിയോ? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, എന്നെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കാത്തവർ, ആഗ്രഹിക്കാത്തവർ, വറദൂ ബിൽ ഹയാത്തി ദുനിയ, അവർ ഈ ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വത്മഅന്നു ബിഹാ, അവർ ഇതിൽ സന്തോഷവാന്മാരും സമാധാനപ്രിയരുമാണ്. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർക്ക് പടച്ചോന്റെ ദീനുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, ദീനെ അവർ അശ്രദ്ധമായി ജീവിക്കാൻ. എവിടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അറിയില്ലേ? അറിയും. നല്ലതാണ്, നല്ലതാണ്. എന്നാൽ അവനാന്റെ കുടുംബത്തെ കൂടി മലേഷ്യ, ഓക്കെ, പ്ലാനാണ്, ലിസ്റ്റാണ്. മലേഷ്യ, അത് കഴിഞ്ഞാലോ ഇന്തോനേഷ്യ, അത് കഴിഞ്ഞാൽ കാശ്മീര്. 8 എണ്ണം പോയതിനോട് വെച്ചോക്കണി, ഉംറക്ക് പോകണ്ടേ? ആയിട്ടില്ല, ഫണ്ടില്ല. ഉംറക്ക് പോകാനോ ഫണ്ടില്ല. എന്താ കാരണം? അജണ്ടയിൽ ദീനില്ല. അജണ്ടയിൽ ദീനേ ഇല്ല. കുടുംബത്തെ കൂട്ടി സഹോദരിമാരെ നമ്മൾ ടൂറിന് ഊട്ടിക്കും മൈസൂരിക്കും പോയതിന്റെ പൈസ മാത്രം എടുത്താൽ ഒരു തവണെങ്കിലും ഉംറക്ക് പോകേണ്ടതല്ലേ എന്ന് മനസ്സാക്ഷിനോട് ചോദിച്ചാൽ കിട്ടും. എത്ര വട്ടം അതിന്റെ ഒരു പകുതി എടുത്തു വെച്ചാൽ എന്തുകൊണ്ട് അജണ്ടയ്ക്ക് വരാത്തറിയോ? നമ്മുടെ മനസ്സിൽ ദീനി എന്നുള്ളത് മനസ്സിലേക്ക് ശൈത്വാൻ തടഞ്ഞട വെച്ചു. ഇവിടെ എന്തെന്ന് വെച്ചാൽ ദുനിയാവിന്റെ എല്ലാ രസങ്ങളിലും ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എന്താ തോന്നണറിയോ? ശിർക്കയ്യനില്ല, ജാറത്തിങ്ങ പോണില്ല, ഖബർ കെട്ടിപ്പൊന്തിക്കണില്ല, ഏലസ് കെട്ടണില്ല, ഇങ്ങനൊക്കെ ജീവിച്ചാ മതി. അതിന് അള്ളാഹ് പറഞ്ഞത് ഉലൈക മഅ്വാഹുമുന്നാർ, അവർക്കാകുന്നു നരകം. ശ്രദ്ധിക്കണം. എന്താ ഈ പറഞ്ഞതെന്നറിയോ? അജണ്ടയിൽ ദീനുണ്ടാകണം. നമ്മൾ എന്തുകൊണ്ടാ വെള്ളിയാഴ്ച വരുമ്പം യാത്ര ഇന്ന് ഒഴിവാക്കണം? എന്തേ? അജണ്ടയിൽ ജുമാ ഉണ്ട്. ജുമാ ഉള്ളവനെ ജുമാ കിട്ടുള്ളൂ, അജണ്ടയുള്ളവനെ കിട്ടുള്ളൂ. അല്ലാത്തവന് ഇങ്ങനെ പെട്ടെന്ന് അന്ന് വെള്ളിയാഴ്ച ആണല്ലേ എന്ന് ഓർമ്മ വരും. അവന് ജീവിതത്തിൽ ബാക്കിയൊക്കെ നഷ്ടപ്പെടും. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എന്താ അറിയോ? മൂന്നാമത്തെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. മൂന്നാമത്തെ കാര്യം ഹവയാണ്. ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുണ്ട്. ഒന്നാമത് പറഞ്ഞ അറിവുണ്ട്, രണ്ടാമത് പറഞ്ഞ ദീനെ നിസ്സാരമാക്കണില്ല. പക്ഷെ മൂന്നാമത്തത് ഹവ വരാൻ കാരണം എന്താ അറിയോ? ഈമാനിന്റെ കുറവാണ്. ദീനറിയാം, ഒക്കെ അറിയാം. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് പടച്ചോന്റെ ഇഷ്ടത്തിന്റെ മുകളിലേക്കാക്കാൻ ശ്രമിക്കുന്നു ശൈത്താൻ. അവിടെ നമ്മൾ അതിന്റെ കൂടെ പോകുന്നു. പടച്ചോന്റെ ഇഷ്ടത്തെ രണ്ടാമതിലേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നന്നായി ലഹരി ഉപയോഗിക്കുന്ന ഒരാള്, നല്ല ലഹരി ഉപയോഗിച്ചിരുന്നു. കുടിച്ച് ഭയങ്കര പ്രയാസമായിരുന്നു. അവസാനം അയാൾ ഒരു ഹജ്ജിനൊക്കെ പോയി അതൊക്കെ നിർത്തി. ഒരു 1-2 കൊല്ലം നിർത്തി ഇങ്ങനെ പോയി. അയാളുടെ കുടുംബത്തിന് കല്യാണം വന്നു. പഴയ ചെങ്ങായിമാരെല്ലാരും കൂടി അയാളെ കൊണ്ട് നിർബന്ധിച്ച് കമ്പനിയാക്കിയിട്ട് തുടങ്ങി. രണ്ടാമത് ഹജ്ജിന് പോയി നിർത്തിയ അയാൾ രണ്ടാമത് തുടങ്ങി 6-ാമത്തെയോ 7-ാമത്തെയോ മാസത്തിനുള്ളിൽ രോഗിയായി മരിച്ചു. നിങ്ങൾ ആലോചിക്കണം, ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നറിയാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. അങ്ങനത്തെ ഒരാൾ ഹജ്ജിന് പോകില്ലല്ലോ, അയാൾ നിർത്തൂലല്ലോ. നിർത്തൂല. പിന്നെ കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാമുൻ, ഏതു ലഹരിയും പടച്ചോന്റെ പക്കൽ അത് കള്ളാണ്, അത് ഉപയോഗിച്ചാൽ നരകമാണ്, അത് ലഹരിയാണ്, അത് അള്ളാഹ് നിരോധിച്ചതാണ് എന്ന് അറിയാത്തോണ്ടല്ല. പിന്നെ അതിനെ മറികടക്കാനുള്ള ഈമാൻ കൈമോശം വന്നുപോയി.
അതാണ് യുവാക്കൾക്കൊക്കെ സംഭവിക്കുന്നത്. ദീനറിയാത്തോണ്ടല്ല, പിന്നെ അശ്ലീലത കാണാതെക്കാൻ കഴിയണില്ല. ഞാൻ ലാപ്ടോപ്പ് തുറക്കുമ്പം, ഫോൺ തുറക്കുമ്പം, വാതിൽ കുറ്റിടുമ്പം വഹുവ മഴക്കും അള്ളന്റെ കൂടെണ്ട്. എന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അള്ള കാണുന്നുണ്ട് എന്നറിയാത്തോണ്ടല്ല. പിന്നെ ഈ തോന്നിയാസം കാണാതിരിക്കാനുള്ള ഈമാൻ നേടിയെടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു. അവിടെ ഹവ എന്ന് പറഞ്ഞാൽ അവനാന്റെ ഇഷ്ടത്തെ പടച്ചോന്റെ ഇഷ്ടത്തിന്റെ മുകളിലേക്കാണ് ആക്കി. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പ്രാർത്ഥിച്ച് ഈമാൻ നേടിയെടുത്ത് പരിഹരിക്കേണ്ട മേഖലയിൽ പറയണേ. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് നമ്മളോട് നേർക്കുനേരെ പറയണേ, സലാത്തുൻ മുഹ്ലിക്കാത്തുൻ. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ഓന് നാശം ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ പറഞ്ഞ അറിയോ? വഹവൻ മുത്തബ. അവനാന്റെ ജീവിതത്തിൽ പടച്ചോൻ പറഞ്ഞ ദീനിന്റെ മുകളിൽ അവനാന്റെ ഇഷ്ടത്തെ കൊണ്ടുവരിക. ഞാൻ ആവർത്തിക്കുന്നു, ഈ ഖുത്ബ കേൾക്കുന്ന വലിയ സഹോദരിമാരുമാരുണ്ടല്ലോ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൊണ്ടി, ഇസ്ലാമിന്റെ വേഷവിധാനം എന്തുകൊണ്ടാണ് അവൾ ധരിക്കാത്തത്? ആയത്തറിയാത്തോണ്ടാണോ, ഹദീത്ത് അറിയാത്തോണ്ടോ? അല്ല, പിന്നെ എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നില്ല, ബാക്കിയൊന്നുമില്ല. അതിന്റെ പേരാണ് ഹവാ. പടച്ചോനെക്കാളും അവനാന്റെ ഇഷ്ടത്തെ മുകളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ജീവിക്കുക, എന്നിട്ട് സ്വർഗം ഉണ്ടാകുന്നു. സ്വയം ശൈത്വാനിയത്ത് മനസ്സിൽ വിചാരിക്കുക. പടച്ചോന്റെ പക്കലേക്ക് പോകുമോ സഹോദരങ്ങളെ? ഈ കണ്ടതും ഈ കേട്ടതും ഈ അനുഭവിച്ചതും ഈ ചെയ്തതിനും പടച്ചോന്റെ മുന്നിൽ ഹറാമ് ചെയ്തിന്റെ കുറ്റനുണ്ടാവും. ലോട്ടറി ടിക്കറ്റ് കീശയിലിട്ടിട്ടോ അതിന്റെ ഏതെങ്കിലും ഒരു റെസിപ്റ്റ് ഫോണിൽ ഇപ്പോഴും ഉണ്ടായിട്ടോ ജുമഅക്ക് പള്ളിക്ക് വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് അറിയാത്തോണ്ടാണ് സോങ്ങളെ. ഇന്നമൽ ഖംറു വൽ മൈസർ, ലഹരിയെപ്പോലെ ലോട്ടറിയും ചൂതാട്ടവും റിജ്സും മിൻ അമലി ശൈത്വാൻ, ശൈത്വാനിയത്തിന്റെ ഭാഗമാണെന്ന് അറിയാത്തോണ്ടല്ല. പിന്നെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും 100 കോടി 50 കോടി 80 കോടി എന്ന് പറയുമ്പോൾ കയ്യമ്മക്കൂലും കാലുമക്കൂലും തരിപ്പ് ഇങ്ങനെ വരും. അപ്പൊ ആയത്തീസ് സൈഡാക്കും. എന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് അതിപ്പോ സാരല്ല, ബാക്കിയൊന്നുമില്ലല്ലോ, ഞാൻ തോന്നിയാസം ചെയ്യണില്ലല്ലോ, നിസ്കാരം ഒഴിവാക്കണില്ലല്ലോ, നോമ്പ് നോക്കുണ്ടല്ലോ, എന്നിട്ട് ഈ ഹറാം അങ്ങനെ ചെയ്യും. സഹോദരങ്ങളെ, ഖുർആനിന്റെ ആയത്തിനെതിരായി എത്ര കൊല്ലം ജീവിച്ചതിന്റെ കുറ്റുണ്ടാവും. ഇത് മാറ്റാൻ ഏറ്റവും പ്രധാനമായ വഴികളാണ്. ഒന്ന്, അറിവില്ലായ്മ നമ്മളെ നരകത്തേക്ക് എത്തിക്കും, പാപങ്ങൾ വർദ്ധിപ്പിക്കും. രണ്ടാമത്തേത്, അശ്രദ്ധയുള്ള ജീവിതം തെറ്റുകൾ വർദ്ധിപ്പിക്കും, നരകത്തിലേക്ക് എത്തിക്കും. മൂന്നാമത്തത്, ഹവാ, ദേഹേച്ഛകൾ ദീനിന്റെ മുകളിലായി നാട്ടുകാരുടെയും സ്വന്തത്തെയും ഇഷ്ടത്തെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇത് പാപങ്ങൾ വർദ്ധിക്കും, നരകത്തിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ. നാലാമത്തേത് കുഫറാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ധാരാളമായി വന്ന് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന നാലാമത്തെ തെറ്റ് കുഫറാണ്. കുഫർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറയാം, മുസ്ലിമാണ്. ശരിക്കും കേൾക്കാനുണ്ട്, നമ്മൾ മുസ്ലിമാണ്. പക്ഷേ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ മുഴുവൻ നിയമത്തോടും പ്രവാചകന്റെ മുഴുവൻ കൽപ്പനയോടും ഖുർആനിന്റെ മുഴുവൻ ആയത്തിനോടും അവർക്ക് യോജിപ്പുണ്ടാവില്ല. ഈ അള്ളാഹിനെക്കാളും റസൂലുള്ളാഹിനെക്കാളും ഖുർആനെക്കാളും സഹാബാക്കളെക്കാളും വലിയ വർത്താനാണ് അങ്ങാടിയിൽ ഇങ്ങനെ എന്നാണ്ട് പറയാം. അതാണ് കുഫർ. നേർക്ക് നേരുള്ള ദൈവനിഷേധമല്ലട്ടോ പറഞ്ഞത്, ഇസ്ലാമിൽ നിന്നിട്ടുള്ള കുഫറാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ജുമാക്കൊരാൾ നേരത്തെ ഇങ്ങനെ വന്ന് പള്ളിക്കിരുന്ന് അയാളിങ്ങനെ പള്ളിക്കൊക്കെ വരുമ്പം അത്ര ആൾക്കാർ അങ്ങാടിയിൽ നിന്നാണ്ട് ഒട്ടകത്തിന്റെ അർത്ഥ കൂലിട്ടാൻ വേണ്ടി പോകേക്കാരം. അപ്പൊ എന്തേ നബി പറഞ്ഞത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. മൂപ്പര് അങ്ങാടിയിൽ നിന്നാണ്ട് മൂപ്പരൊപ്പം ചിരിക്കാൻ 4 ആൾക്കാരുണ്ടാവും, നിന്നിങ്ങനെ കളിയാക്കുക. ഒട്ടകത്തർത്ത് രണ്ടാമത്തവന് പശുവിനർത്ഥ കൂലിയേക്കാരം. ചെന്നൂട് അപ്പൊ നിങ്ങൾ അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്നോക്കൊണ്ടി. നമ്മള് നബി പറഞ്ഞ നോക്കിയാ ഇന്നങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇന്റെ മനസ്സിലൊരു അള്ളുണ്ട്, ഞാൻ പഠിച്ച റസൂലുണ്ട്.
അതിന്റെ അപ്പുറത്തേക്ക് നിന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഏതാ ഞങ്ങൾ ഈ നമ്മള് ഖുർആൻ എന്താ 8 ഭാഗമുണ്ടോ? അങ്ങനെ 8 ഉണ്ടോ? 8 ഖുർആനിൽ 4ാമത്തെ ഖുർആനാ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? നബിന്റെ വാക്കിൽ ഒരു വിഷയത്തിൽ ജുമാക്ക് പള്ളിക്ക് വരുന്നതിൽ കൂലി പറഞ്ഞ 4-5 ഘടകമുണ്ടോ? അള്ളയും റസൂലൊക്കെ ഒന്നല്ലേ ഉള്ളൂ. ആ അള്ള പറഞ്ഞ ആയത്ത് നമുക്ക് മനസ്സിലാകാത്തതിന് നമ്മൾ അങ്ങാടിയിൽ നിന്നുണ്ട് അതൊക്കെ എന്ത് അങ്ങനെ പലതും പറയും, അങ്ങനെ പലതും കേട്ടിക്കണ്. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണേ, നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നാണ് അള്ളയും റസൂലും ആയത്തും ഹദീസും നമ്മളെ ബുദ്ധിക്ക് ഇങ്ങോട്ട് വരികയെ. ഇതിനാണ് കുഫർ എന്ന് പറയാ. ഇതിനാണ് ഈ അടുത്തൊരു ടിവിയുടെ ചർച്ചയിൽ ഒരു പെൺകുട്ടി പറഞ്ഞ നാട്ടിൽ വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ഉണ്ട്. ആ പെൺകുട്ടി പറഞ്ഞ വാചകത്തിനാണ്, മുസ്ലിം പെൺകുട്ടിയാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ വേണ്ടി പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ അടിച്ചമർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ദീനുമായിട്ട് ബന്ധം ഉണ്ടാകുക? എനിക്ക് തോന്നുക എന്നുള്ളത് എങ്ങനെ ദീനുമായിട്ട് ബന്ധം ഉണ്ടാകുക? ഞാനതിൽ ആലോചിക്കേണ്ടതാണ്, ലോകത്ത് ദീനിയായി ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് തോന്നാത്തത് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്കാണ് പ്രശ്നം. ഇതാണ് സംസാരത്തിൽ പലരുടെയും വരുന്നുണ്ട്. അതുകൊണ്ടാ ഖുർആന്റെ ആയത്ത് ഇന്നല്ലദീന അജ്റമു, ദീനിൽ നിന്നിട്ടേ തോന്നിയാസിയായി ജീവിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ പ്രത്യേകത കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ, വിശ്വസിക്കുന്ന, പള്ളി പോകുന്ന, നിസ്കരിക്കുന്ന, ഇസ്ലാമിക വേഷം ധരിക്കുന്ന, ഹിജാബ് ധരിക്കുന്ന ആൾക്കാരെ അവർ കളിയാക്കി ചിരിക്കും, പുച്ഛിക്കും. ഇതാണ് ഒന്നാമത്തെ അടയാളം. വേച്ച് ഇങ്ങനെ സാധുക്കളായ നമ്മൾ വല്യാപ്പര പള്ളിക്ക് പോകുമ്പോഴേ ഇങ്ങനെ എന്നാണ്ട് മൂപ്പർക്കൊക്കെ അതിന്റെ ഒക്കെ വല്ല കേടുണ്ടോ? ഇതാ പറയാ, ഇതാണ് ഒന്നാമത്തെ കിബിറിന്റെ അടയാളം. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക വേഷം ധരിച്ച ഒരു ഉമ്മ പള്ളിക്കൊക്കെ വന്നാൽ, ഒരു പെൺകുട്ടി വന്നാൽ, കുറെ മറക്കാഞ്ഞിട്ട, കുറെ ചുറ്റിപ്പൊതിയാഞ്ഞിട്ട ഈ വാക്കുണ്ടല്ലോ, ഈ വാക്കൊക്കെ പരലോകത്തല്ല അങ്ങനെ നിർത്തി വ്യക്തിപരമായി ചോദിക്കുക, ആ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞത്? ഇങ്ങനെ വാചകം ദയവേത് പറയല്ലേ. നമുക്ക് ചിലതിന് അറിവില്ലെങ്കിൽ നമ്മൾ പഠിക്കാന്നല്ലാതെ ദീനിൽ നിന്നിട്ട് അള്ളാന്റെ ദീനിനെയും പ്രവാചകൻ പഠിപ്പിച്ച പുണ്യകർമ്മങ്ങളെയും നമ്മൾ നിസ്സാരമാക്കുന്ന ഒരു പ്രവണത വന്നാൽ കുഫറാണ് എന്ന് മനസ്സിലാക്കുക. കുഫറിന്റെ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഖുർആന്റെ ഒരു ആയത്ത് കൂടി ഓതുക. ഇങ്ങനെ വന്നാലേ മനസ്സിൽ പോലും ബാക്കിയുള്ള ആയത്തുകളും ഹദീസുകളും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വിധം മനസ്സ് കടികട്ടിയാവും. ഖുർആന്റെ ആയത്ത് നിങ്ങൾ ഒഴിവാക്കണം. അത്ര ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ആരെ? അല്ലദീന ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹുവ, അവർ ദീനിനെ കളിതമാശയായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഉൽക്കൊക്കെ ഭയങ്കര നിസ്സാര. ജുമാക്ക് ഇപ്പൊ എപ്പ വന്നാലും അതൊന്നും കുഴപ്പമില്ല, എപ്പം നിസ്കരിച്ചാലും കുഴപ്പമില്ല, അതിപ്പോ എന്തൊക്കെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ആൾക്കാരെ എന്ത് പറയോ? ഉമ്രക്കോണ പൈസ മതി നാട്ടിൽ വീട് വെച്ചുകൊടുക്കാന്നൊക്കെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഭയങ്കര തത്വം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരായത്ത് പഠിക്കൂല, ഒരു ഹദീത്ത് പഠിക്കൂല. ഇവിടെ നാട്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വീട് വെച്ചുകൊടുത്തത് ഈ ഡയലോഗ് അറിയുന്ന ആൾക്കാരല്ല. 5 വക്ത് പള്ളിക്കൊക്കെ വന്ന് ഉംറ നിർവഹിച്ച് ഹജ്ജ് ചെയ്യണോലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വീടെക്കുന്നതും ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം അയക്കണതും. ഈ വർത്താനം പറയണം, വീട്ടിൽ പോയിട്ട് അങ്ങാടി പോയിട്ട് വർത്താനേ പറയണുള്ളൂ. ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, ഇത് ദീനിലില്ലാത്ത കാഴ്ചപ്പാടാണ്. അത് പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു തവണ പഠിച്ചാൽ മതി, ഒറ്റ തവണ. അള്ളാന്റെ വാക്കതാണ്, ദീനിനെ കളിതമാശയായി എടുക്കുന്ന ആൾക്കാർ വഗറത്തുമുൽ ഹയാത്തുദ് ദുനിയ, അവരെ ദുനിയാവ് വഞ്ചിച്ചേക്കാൻ. 4 ആൾക്കാരുടെ ഇടയിൽ അവൻ പറയുന്നത് ചിരിക്കാനും അവൻ ഓൻ പറഞ്ഞ ശരിയാണ് എന്ന് പറയാൻ അത്രയും വിവരമില്ലാത്തൊരു 5 ആളും കിട്ടതിന്റെ കിബറാണ് അവന്റെ മനസ്സിൽ. ദുനിയാവ് വഞ്ചിച്ചേക്കാണ്. ലഹും ശറാബുൻ മിൻ ഹമീമിൻ വഅദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയും നരകത്തിലെ പാനീയവും പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ 4 മാർഗ പറഞ്ഞ്, ഈ 4 മാർഗവും നമ്മൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം അറിയോ? അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമം ഉണ്ടാകണം. 1, അറിവിന്റെ കുറവ് കൊണ്ട് തെറ്റുകൾ സംഭവിക്കും, നരകത്തിലേക്ക് എത്തും. 2, ദീനിനെ നിസ്സാരമായി കാണുകയും ഇസ്ലാമിക നിയമങ്ങളെ വളരെ നിസ്സാരമായി കാണുകയും ചെയ്താൽ, ദീന് അജണ്ടയില്ലെങ്കിൽ പാപങ്ങൾ വർദ്ധിക്കും, നരകത്തിലേക്ക് എത്തും. 3, അവനവന്റെ ഇഷ്ടങ്ങളെ പടച്ചവന്റെ ഇഷ്ടത്തിന്റെ താഴെ വെച്ചിട്ടില്ലെങ്കിൽ ഹറാമുകൾ, കാഴ്ചയിലും കേൾവിയിലും ആസ്വാദനങ്ങളിലും ഹറാമുകൾ വരും, തെറ്റിന്റെ ആധിക്യമുണ്ടാകും, നരകത്തിലേക്കെത്തും. 4, ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ പൂർണ്ണമായി മുസ്ലിമാകാതെ
കുഫ്രിയത്തിന്റെ വാക്കുകളും ചിന്തകളും വന്നാൽ നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ ഓരോന്നും പടച്ചവന്റെ മുന്നിൽ കുഫറിന്റെ വാക്കുകളും കുഫറിന്റെ സംസാരവുമായി രേഖപ്പെടുത്തി അത് കുറ്റമായി നാളെ പരലോകത്ത് അള്ളാഹു നമ്മൾക്കൊരുക്കി വെച്ച സ്വർഗം നമ്മൾക്ക് നഷ്ടമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ റഹ്മാനായ നാഥ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمة